ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ റോൾ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോൾ കേക്കാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മളിതിൽ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ദോശക്കല്ലിലാണ് നമ്മൾ ഈ ഒരു റോൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ റോൾ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ദോശക്കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 ഇഞ്ച് വരുന്ന ദോശക്കല്ലാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചെടുത്ത പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ച് ഒന്ന് ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു പഴയ ദോശക്കല്ല് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. നമുക്ക് പകുതിയായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പം കറക്റ്റ് അളവൊന്നും വേണമെന്നൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ബാറ്ററിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ദോശക്കല്ലില്ലേ, അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കാത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ചങ്ങ് ഒഴിച്ചാൽ മതി. ഇങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതിൻ്റെ നടുക്കേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് അങ്ങ് ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം കൈ കൊണ്ടൊന്ന് വടിച്ചിങ്ങ് എടുത്തേക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് അവിടെ ഉറ്റി വീഴും. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനിൽ കിട്ടില്ല. അപ്പോൾ അത് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിലും ഒന്ന് തട്ടി കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ പഴയ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച ദോശക്കല്ല് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് കണക്കായിട്ടുള്ള ഒരു അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ദോശക്കല്ലിന് അടപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അത് പ്ലേറ്റ് എടുത്ത് അടയ്ക്കുകയാണ്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കൊന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് ആയി പോവും. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിപ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു 15 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ തുറന്നിട്ട് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കാം. ഇനി ഇത് നമ്മുടെ ദോശക്കല്ലിൽ വെക്കണ്ട. അവിടെ വെച്ച് കഴിഞ്ഞാലും അത് കുറച്ചൊരു കട്ടിയായിപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്നൊരു ബട്ടർ പേപ്പറിലേക്ക് അങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി വരും കേട്ടോ. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതാണ്. നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് 4 സൈഡും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കട്ട് ചെയ്ത പോർഷൻ അങ്ങ് എടുക്കാം. പിന്നെ ഇത് വേസ്റ്റ് ഒന്നും ആവില്ല. കേക്കല്ലേ, ഇതൊക്കെ ഇപ്പം തന്നെ അങ്ങ് തീരും. നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ തന്നെ എടുക്കാം. ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ചൂടോടുകൂടി തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കത് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമുക്കതങ്ങ് ബട്ടർ പേപ്പർ അടക്കം അങ്ങ് റോൾ ചെയ്യാം. അതിങ്ങനെ ബട്ടർ പേപ്പർ അങ്ങ് ഉള്ളിലോട്ടാക്കി ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമുക്കങ്ങ് റോൾ ചെയ്ത് വെക്കാം. എന്നിട്ടങ്ങ് 2 സൈഡ് അങ്ങ് മുട്ടായി പിരിക്കുന്ന പോലെ അങ്ങ് പിരിച്ചു കൊടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. അതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ചൊരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 തരി ഉപ്പും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്കങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് തിളച്ച പാലിലൊന്ന് മിക്സാക്കി നല്ല കൊഴുത്ത പരുവത്തിനുണ്ടാവുമല്ലോ, അത് 1 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 25 ഗ്രാം ബട്ടറാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു ബ്ലോക്കാണ്. അപ്പോൾ അതിൻ്റെ പകുതിയുടെയും പകുതി, ഏകദേശം ഇത്രയൊക്കെ മതി. ഇതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ തൊട്ട് കഴിയുമ്പോൾ ഞെങ്ങുന്ന ഒരു പരുവില്ലേ, ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒരുപാട് തണുത്തതും ആവരുത്, തീരെ തണുപ്പില്ലാത്തതും ആവരുത്. ഇനി ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ട് ലൈറ്റ് ആയിട്ടൊരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി
ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുമിച്ചിടണ്ട, കുറേശ്ശെയായിട്ട് അരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ചിടുക, ഒന്ന് മിക്സ് ആക്കുക, പിന്നെ കുറച്ചിടുക, ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഈ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മൊത്തം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് ഡാർക്ക് കളർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിലേക്ക് 2-3 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അത് മിക്സ് ആക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് ഇത് വെച്ച് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് അടച്ച് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണിത്. ഇത് നമുക്ക് നമ്മുടെ റോൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തണുക്കാനായിട്ട് വെച്ച കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമേ എടുക്കാവുള്ളൂ. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവും കേട്ടോ കേക്ക്. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ചുരുട്ടി വെച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ച് വടി പോലെയായിപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം കുറച്ച് ഫ്ലെക്സിബിളാണ്. അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സിറപ്പ് വേണ്ട കേട്ടോ. നമ്മൾ കേക്കിൽ ഒഴിക്കുന്ന പോലെ സിറപ്പ് വേണ്ട. ഞാനിപ്പോൾ എടുത്തതിൻ്റെ പകുതിയേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അധികം ഒഴിച്ച് ചിലപ്പോൾ നമുക്ക് റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. നമുക്ക് ഉണ്ടാക്കിയ ക്രീം അങ്ങ് വെച്ച് കൊടുക്കാം. ക്രീം ഫുള്ളായിട്ട് അങ്ങ് വെക്കേണ്ട, കുറച്ച് പോർഷൻ മാത്രം അവിടെ മാറ്റിയിട്ട് കൊടുക്കുക. കാരണം നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ അത് അവിടേക്ക് കയറി വന്നോളൂ. അത് നമുക്ക് പതുക്കെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഉരുട്ടി വരുമ്പോഴത്തേക്കും പകുതിയാക്കി വെച്ച ക്രീം ഫുള്ളായിട്ട് അങ്ങ് വന്നോളും. അത് മതി. ഇവിടെ എക്സ്ട്രാ ക്രീം പുറത്തോട്ടെങ്ങാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അധികമൊന്നും ആയിട്ടില്ല, കാരണം നമ്മൾ ഫുള്ളായിട്ട് തേച്ചാലേ അത് പുറത്തോട്ട് ചാടി പോവുള്ളൂ. ഇനി നമുക്ക് ഈ പേപ്പറിൽ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ വേറൊരു പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗി വേണ്ടേ. എന്നിട്ട് നമുക്കിനി ആ ബട്ടർ പേപ്പർ റോളിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങ് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് നേരത്തെ പോലെ തന്നെ 2 സൈഡിൽ മുട്ടായി പിരിക്കണ പോലെ പിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മാർബിൾ റോൾ കേക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അറ്റം ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇനി നമുക്കതങ്ങ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പ്രത്യേക ഡിസൈൻ ആയിട്ടുള്ള ഒരു മാർബിൾ റോൾ കേക്ക്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അതിൻ്റെ കൂടെ ആ ക്രീമും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കേക്കും ഈ ക്രീമും കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്കും. കേക്കാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ജ്യൂസിനെസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. നമ്മൾ വീട്ടിലുള്ള സാധാരണ ദോശക്കല്ലിൽ ഉണ്ടാക്കിയ ഒരു റോൾ കേക്കാണിത്. ക്രീമും അടിപൊളിയാണ്. ഇപ്പം വിപ്പിംഗ് ക്രീം ആണെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ വെക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൽ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിരുന്നാൽ മതി. പക്ഷെ ഇതൊരു വേറെ ലെവലാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.